ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധനായ പിതാവിൻ്റെ സ്നേഹ സാന്നിധ്യം നമുക്ക് എപ്പോഴും അനുഭവിക്കുവാൻ അവിടുന്ന് ഇടവരുത്തട്ടെ. പുത്രനായ യേശുവിൻ്റെ സഹവാസം അനുദിന ജീവിതത്തിൽ അനുഭവിക്കുവാൻ അവിടുന്ന് നമ്മളെ ഒരുക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുകയും നിരന്തരം അവിടുത്തെ പരിപാലന അനുഭവിക്കുവാൻ നമുക്ക് ഇടവരുത്തുകയും ചെയ്യട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലേക്ക് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ അനുദിന ജീവിതത്തെ ബലപ്പെടുത്തുവാൻ ഇടവരുത്തുമാറാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിൻ്റെ രക്ഷയുടെ അനുഭവം നമുക്കെല്ലാവർക്കും അനുഭവിക്കുവാൻ പരിശുദ്ധമ്മ നിരന്തരം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുവാനും ദൈവത്തിൻ്റെ കൃപ നമ്മൾ നിറയുവാനുമായി അമ്മയുടെ സഹായം നമുക്ക് ചോദിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ദേവസ്വ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശ്വര സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 27-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മളിലെല്ലാവരിലും ഉണ്ട് എന്ന ബോധ്യത്തോടെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നോക്കി സ്നേഹത്തോടെ ആശംസിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വചന ശുശ്രൂഷ സമയത്ത് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലെ 28-ാമത്തെ തിരുവചനമാണ്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ തുടങ്ങുമ്പോൾ എപ്രകാരമുള്ള പീഡാനുഭവത്തിലൂടെ സഹനത്തിലൂടെ കടന്നു പോകണം എന്നതിൻ്റെ മുന്നറിയിപ്പാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമുക്ക് തരുന്നത്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ മനുഷ്യർ ഇങ്ങനെ പരിത്യാഗം ചെയ്ത് ജീവിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്നത്, ആത്മനിയന്ത്രണം വേണമെന്ന് പറയുന്നത്? അസാധാരണമായ എന്തെങ്കിലും ലക്ഷ്യമില്ലായിരുന്നെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ പോലെ ഈ ലോകത്തിൻ്റെ സുഖവും സന്തോഷവും ഈ ലോകത്തിൻ്റെതായ രസങ്ങളും അനുഭവിച്ച് ഈ ലോകത്തിൻ്റെ ഭാഗമായി മാത്രം ജീവിച്ച് നമ്മുടെ ജീവിതം തീർക്കാമായിരുന്നു. അപ്പം അങ്ങനെയല്ല എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇതിലും ശ്രേഷ്ഠമായതും ഇതിലും അർത്ഥവത്തായതും ഇതിലും മൂല്യമുള്ളതുമായ എന്തോ ഒന്ന് നമ്മുടെ ചിന്തയിലുണ്ട്, നമ്മുടെ ആഗ്രഹത്തിലുണ്ട്, നമ്മുടെ ലക്ഷ്യത്തിലുണ്ട്. ഈശോ അതിന് മറുപടിയായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്: ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. അപ്പോൾ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു.
എന്നാൽ ആരെങ്കിലും ഈശോയ്ക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചാൽ അവൻ ശരിക്കും ജീവൻ കണ്ടെത്തുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ജീവൻ നഷ്ടപ്പെടുത്തണമെങ്കിൽ അതിനുപരിയായിട്ട് എന്തൊക്കെയോ നമ്മുടെ മനസ്സിൽ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഈശോ പറയുന്നത്, ശരീരത്തെ കൊല്ലുവാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടുകയേ വേണ്ട, എന്നാൽ ആത്മാവിൻ്റെ മേലെ നിയന്ത്രിക്കാൻ ശക്തിയുള്ളവൻ, ആത്മാവിനെ ശരീരത്തെയും ഒരേപോലെ വിധിച്ചും വധിച്ചും നിത്യനാശത്തിലേക്ക് തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ മാത്രം നിങ്ങൾ ഭയപ്പെട്ടാൽ മതി. നമുക്കറിയാം, മനുഷ്യർ കൂടി വന്നാൽ നമ്മുടെ ശരീരത്തെ കൊല്ലാം, അത് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനപ്പുറമുള്ളത് മനുഷ്യന് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ ആത്മാവിനെ തൊടാനുള്ള ശേഷി മനുഷ്യന് ഇന്നേ വരെ ദൈവം കൊടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ ജീവൻ്റെ കാരണം അത് ആത്മാവാണെങ്കിൽ ഈ ആത്മാവിനെ തൊടുവാൻ, ഈ ആത്മാവിനെ നശിപ്പിക്കുവാൻ മനുഷ്യന് ശക്തിയും ശേഷിയും ഇല്ലാത്തിടത്തോളം കാലം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവനെ പോലും അവന് തൊടുവാൻ സാധിക്കുകയില്ല. കാരണം ജീവൻ്റെയും ജീവന് കാരണമായ ആത്മാവിൻ്റെയും അധിപതി അധികാരം കർത്താവ് ദൈവത്തിലാണെങ്കിൽ ദൈവത്തിൻ്റെ അധികാരത്തെ ആർക്കും തള്ളിക്കളയുവാനോ വെല്ലുവിളിക്കുവാനോ ചോദ്യം ചെയ്യുവാനോ സാധിക്കുകയില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ തക്ക ശക്തിയുള്ള ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നു എന്ന ബോധ്യം, അതാണ് ഒരു മനുഷ്യനെ ദൈവഭയത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നത്. ഒരു യുദ്ധത്തിൻ്റെ അവസാനത്തിൽ ജർമ്മൻ ചക്രവർത്തി ബെൽജിയത്തിലെ രാജാവായിരുന്ന ആൽബർട്ടിനോട് പറഞ്ഞു, ഇപ്പോൾ യുദ്ധം ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു, താങ്കൾക്ക് സകലതും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന് മറുപടിയായി ഈ ആൽബർട്ട് രാജാവ് പറഞ്ഞത്, ശരി, സകലതും നഷ്ടപ്പെട്ടു, എന്നാൽ ആത്മാവിനെ നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് നഷ്ടപ്പെടുത്താം, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്, എന്നാൽ ആത്മാവിൻ്റെ മേലെ മറ്റൊന്നിനും മറ്റാർക്കും അധികാരം കൊടുക്കുവാൻ, അവകാശം കൊടുക്കുവാൻ നമ്മൾ അനുവദിക്കരുത്. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടോ, നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, നമ്മൾ ഉത്സാഹപ്പെടുന്നുണ്ടോ? ഏതാനും ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു. അവൻ എല്ലാം കൊണ്ട് തകർന്ന വ്യക്തിയാണ്. ഗഞ്ചാവിനും മറ്റ് മയക്ക് വസ്തുക്കൾക്ക് അടിമ. 6ാം ക്ലാസ്സിൽ തുടങ്ങിയ ദുശീലമാണ്. പല സ്കൂളുകളിലും വിട്ടു. അവൻ മിടുക്കനായതുകൊണ്ട് എല്ലാ സ്കൂളിൽ നിന്ന് അവനെ പുറത്താക്കി. കേസുകളൊക്കെ ആയി. അവസാനം നാട് വിട്ടുപോയി. പിന്നെ തിരിച്ചു വരാൻ വീട്ടിലേക്ക് ചോദിച്ചപ്പോൾ അവരൊന്നും വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാർക്കും വേണ്ട, ഇനി ആർക്കും വേണ്ട, ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതി അവൻ കുറേ ഗുളികകളും മറ്റ് സാധനവും വാങ്ങി ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. അപ്പം അങ്ങനെ ഈ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ മുമ്പിൽ ഒരു സിസ്റ്ററുടെ മുഖം തെളിഞ്ഞു വരികയാണ്. ഒരു 6 മാസം മുമ്പ് അവനൊരു സ്ഥലത്ത് ധ്യാനത്തിൽ പങ്കെടുത്തു. അപ്പോൾ അവന് കൗൺസിലിംഗ് കൊടുത്ത സിസ്റ്ററിൻ്റെ മുഖമാണ്. അപ്പോൾ അവന് തോന്നി, ഇനി ആ സിസ്റ്ററിനോട് കണ്ടിട്ട് ഒന്ന് സംസാരിച്ച് ഒന്ന് കുമ്പസാരിച്ചിട്ട് വേണി മരിച്ചേക്കാം. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഇവനെ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നു. മണിക്കൂറുകൾ ഇവർ സംസാരിച്ചു, പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് സിസ്റ്റർ ഈ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അവൻ്റെ അടുത്ത് വന്നു, കുമ്പസാരിച്ചു. അതിനുശേഷം അവനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാനോട് ചോദിച്ചു, നിനക്ക് വേണമെങ്കിൽ ഈ സങ്കടമൊക്കെ തീർക്കുവാൻ വേണ്ടി, നിൻ്റെ പരാജയങ്ങളും കഷ്ടപ്പാടുകളും തീർക്കാൻ വേണ്ടി, നിൻ്റെ വേദനകൾ തീർക്കാൻ വേണ്ടി നിനക്ക് നിൻ്റെ ശരീരത്തെ കൊല്ലാം, നിനക്ക് ആത്മഹത്യ ചെയ്യാം. എന്നാൽ നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഉടനെ അവൻ എന്നോട് പറഞ്ഞു, അതൊന്നും ഞാൻ ചിന്തിച്ചില്ല അച്ഛാ. പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഈ ചെറുപ്പക്കാരനെ പോലെയാണ്. ജീവിതം അവസാനിപ്പിച്ചേക്കാം, എല്ലാം തീർത്തേക്കാം, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ആത്മാവിൻ്റെ കാര്യം നമുക്ക് വലിയ താല്പര്യമില്ല എന്ന് തന്നെ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ എത്ര പേര് ഈ നമ്മുടെ ആത്മാവിൻ്റെ കാര്യങ്ങൾ താല്പര്യമെടുക്കുന്നവരാണ്? ശരീരത്തിൻ്റെ കാര്യങ്ങളിലും ശാരീരിക കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും താല്പര്യവും ഉത്സാഹവും പരിശ്രമമൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ. അങ്ങനെ ഭൗതിക മേഖലകളിൽ ശാരീരിക ആവശ്യങ്ങളിൽ സംതൃപ്തി നേടുവാനും എല്ലാം സ്വന്തമാക്കുവാനും നമ്മൾ തിരക്ക് പിടിച്ച് നടക്കുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് നമ്മൾ ആകുലപ്പെട്ടിട്ടുണ്ടോ, നമ്മൾ ധ്യാനിച്ചിട്ടുണ്ടോ, നമ്മളതിനെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ? ഈ ജോൺ നോക്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വചനപ്രഘോഷകനാണ്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം കല്ലറയിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞ ഒരു വാക്കിതാണ്, ഒരു കാര്യം ഇതാണ്: ഇതാ ദൈവത്തെ ഭയപ്പെടുത്ത മനുഷ്യൻ്റെ മൃതശരീരമാണ് ഇത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും മനുഷ്യനെ ഭയപ്പെട്ടിട്ടില്ല.
ഇതുതന്നെയാണ് ഒരു മനുഷ്യൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. മനുഷ്യനെ ഭയപ്പെടാതെ ദൈവത്തെ ഭയപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണോ നമ്മൾ? നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെ പറയാൻ സാധിക്കും? എനിക്ക് മറ്റൊന്നിനെയും ഭയമില്ല, എനിക്ക് ദൈവത്തെ മാത്രമേ ഭയമുള്ളൂ എന്ന്. ചില ആൾക്കാരൊക്കെ വന്നു പറയും, അച്ഛാ എല്ലാത്തിനും പേടിയാണ്. ചില വ്യക്തികളെ പേടിയാണ്, ചില സ്ഥലത്ത് പോകാൻ പേടിയാണ്, ഇരുട്ടാവുമ്പോൾ പേടിയാണ്, മഴ പെയ്യുമ്പോൾ പേടിയാണ്, ഇടിമിന്നൽ പേടിയാണ്, പട്ടിയെ കാണുമ്പോൾ പേടിയാണ്, അല്ലെങ്കിൽ എന്തിനെ കണ്ടാലും പേടിക്കുന്ന മനുഷ്യർ. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എല്ലാത്തിനും പേടിയാണ്, ഒന്നിന് മാത്രമേ പേടിയില്ലാത്തുള്ളൂ, ദൈവത്തെ. പലപ്പോഴും നമുക്കങ്ങനെയാണ്. ബാക്കി എല്ലാത്തിനെയും ഭയമുണ്ടെന്ന് പറയും നമ്മൾ, ദൈവത്തെ മാത്രം ഭയപ്പെടുന്നില്ല. ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ജീവിതം ഇങ്ങനെ ആയിരിക്കുകയില്ല എന്ന് കൃത്യമായിട്ടും നമുക്കറിയാം. ഇപ്പം ഭയപ്പെടേണ്ടതിനെ ഭയപ്പെടാതെ ആവശ്യമില്ലാത്തതിനൊക്കെ ഭയപ്പെട്ട് ആകുലപ്പെട്ട് കഴിയുന്നവരാണ് നമ്മളിൽ അധികം പേരും ഒട്ടുമിക്ക സമയത്തും. നമ്മൾ നിയമങ്ങളൊക്കെ പാലിക്കുന്നവരാണ്. നിയമങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. കാരണം എന്താണ്? നിയമം പാലിച്ചില്ലെങ്കിൽ നമ്മൾ ശിക്ഷിക്കപ്പെടും, ഒരുപക്ഷെ അതിൻ്റെ അങ്ങേയറ്റം നമ്മൾ വധിക്കപ്പെടും, അല്ലെങ്കിൽ കൊല്ലപ്പെടും. അപ്പോൾ എൻ്റെ ജീവനെക്കുറിച്ച് എനിക്ക് ആകുലതയുള്ളതുകൊണ്ടും താല്പര്യമുള്ളതുകൊണ്ടും നിയമങ്ങൾ പാലിക്കുവാനും പല നിയന്ത്രണങ്ങൾ എൻ്റെ ജീവിതത്തിൽ സമ്മതിക്കുവാനും ഞാൻ തയ്യാറാകുന്നു. എന്നാൽ ദൈവത്തെ ഭയമില്ലാത്തതുകൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നതിന് യാതൊരു ഭയവും എടുത്തിട്ടില്ല. അപ്പോൾ ബാക്കി നിയമങ്ങൾ ലംഘിക്കുവാൻ ഭയപ്പെടുന്ന നമ്മൾ ദൈവിക നിയമങ്ങൾ ലംഘിക്കുവാൻ യാതൊരു മടിയും നമുക്കില്ല. ഒരുപക്ഷെ അത്യധികമായി ഉത്സാഹിച്ചുകൊണ്ട് താല്പര്യത്തോടെ കൂടെ ഈ ദൈവിക നിയമങ്ങൾ, ദൈവികമായ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് പാപത്തിൻ്റെ വഴിയിലൂടെ പോകുന്ന മനുഷ്യന് തീർച്ചയായിട്ടും ദൈവഭയം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇല്ലാതെ പോകുന്നതും പലപ്പോഴും കാണാതെ പോകുന്നതും ദൈവഭയമാണെന്ന് നമുക്കറിയാം. ദൈവഭയം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും വ്യത്യസ്തമായിരുന്നേനെ. കാരണം നമുക്ക് നമ്മുടെ ആത്മാവിനെക്കുറിച്ച് ശ്രദ്ധയുണ്ടായിരിക്കും. ചിലപ്പോഴൊക്കെ ചില സ്ത്രീകൾ പ്രാർത്ഥിക്കാൻ വരും പറയാറുണ്ട്, ഭർത്താവിൻ്റെ മദ്യപാനം മാറണം, മക്കളുടെ ദുസ്വഭാവം മാറണം. അപ്പം ഞാനിവിടെ ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? കുറച്ചെന്തെങ്കിലും സന്തോഷം കിട്ടാൻ വേണ്ടി, ഒരുപക്ഷെ എന്തെങ്കിലും സാമ്പത്തികമായ മെച്ചപ്പെടൽ ഉണ്ടാകാൻ വേണ്ടി ഇവർക്ക് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയല്ലാതെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെട്ടിട്ടുണ്ടോ, താല്പര്യപ്പെട്ടിട്ടുണ്ടോ? ഒട്ടുമിക്കപ്പോഴും കിട്ടുന്ന മറുപടി, അങ്ങനെ ചിന്തിച്ചിട്ടില്ല അച്ഛൻ. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സൗഭാഗ്യം കിട്ടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തികളിൽ മാറ്റമുണ്ടാകണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകണം എന്നല്ലാതെ ആ വ്യക്തികളുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നവർ വളരെ കുറച്ചാണെന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ദൈവഭയമില്ലാതെയും ദൈവവിചാരമില്ലാതെയും പലപ്പോഴും നമ്മൾ ജീവിക്കാനുള്ള കാരണം നമ്മുടെ ആത്മാവിനെക്കുറിച്ചുള്ള നമ്മുടെ ശ്രദ്ധയില്ലായ്മയാണ്, താല്പര്യമില്ലായ്മയാണെന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ചിലരെ കണ്ടിട്ടുണ്ട്, വർഷങ്ങളായി പള്ളി പോകാത്തവർ, വർഷങ്ങളായി കൂതാശകളില്ലാത്തവർ, വർഷങ്ങളായി പ്രാർത്ഥിക്കാത്തവർ, ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ, ദൈവീക കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മെക്കിട്ട് കയറുന്നവർ, എതിർക്കുന്നവർ, പ്രതിഷേധിക്കുന്നവർ, ആത്മാവിനെക്കുറിച്ച് ചിന്ത ഇല്ലാത്തതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഈ അവസ്ഥയിൽ മാത്രം ജീവിക്കാൻ താല്പര്യപ്പെടുന്നുകൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങളാണ്. അപ്പം എന്നെ സംബന്ധിച്ചും ഞാനൊരു കുറേ വർഷത്തോളം ഇത്തരത്തിലുള്ള ചിന്തയിൽപ്പെട്ട് കഴിഞ്ഞ വ്യക്തിയായിരുന്നു. ഭൗതിക സിദ്ധാന്തങ്ങളിലും ഭൗതികവാദത്തിലും പെട്ട് വർഷങ്ങളായിട്ട് കഴിഞ്ഞ വ്യക്തി. SSLC പരീക്ഷയുടെ തലയാഴ്ച ഒന്ന് കുമ്പസാരിച്ചു. പിന്നെ 5 വർഷത്തിന് ശേഷം, ഡിഗ്രിക്ക് ശേഷമാണ് ഞാൻ കുമ്പസാരിക്കുന്നത്. അപ്പം ആത്മീയ കാര്യങ്ങളിലോ ദൈവീക കാര്യങ്ങളിലോ യാതൊരു ശ്രദ്ധയുമില്ല. രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അതിൻ്റെ ചിന്താഗതിയിലൊക്കെ പെട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അതാണ് ലോകം, അതാണ് ജീവിതം, അത് മാത്രമാണ് ജീവിതം എന്ന രീതിയിൽ കഴിഞ്ഞുപോയ 5 വർഷങ്ങളെക്കുറിച്ച് ഇന്ന് ഞാൻ ഓർത്ത് പരിതപിക്കാറുണ്ട്. എനിക്കറിയാം, അന്ന് എനിക്ക് എൻ്റെ ആത്മാവിനെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് പോവുക പോലുമില്ലായിരുന്നു. ഇപ്പോൾ ചിന്തയിൽ പോലും നമുക്കൊരാത്മാവുണ്ട് എന്നുള്ള ധാരണ പലപ്പോഴും ഇല്ല എന്ന് ഉള്ളിടത്താണ് ദൈവഭയം പോലും നമുക്ക് ഇല്ലാതെ വരുന്നത്. പ്രിയപ്പെട്ടൊരു, ദൈവഭയം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ പേടിക്കുന്ന ഒന്നല്ല. ഇത് വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്ന ഒരു ഭയമാണ്. ദൈവഭയം എവിടെയുണ്ടോ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വിശ്വാസത്തിലേക്ക് വളരാനുള്ള ഒരവസരവും കൂടെ അവിടെ രൂപപ്പെടുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 11 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ
നായിനിലെ വിധവയുടെ മകനെ കർത്താവ് ജീവനിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവരെല്ലാവരും ഭയപ്പെട്ടു എന്നാണ് 15-ാം വാക്യം. അവരെല്ലാവരും ഭയപ്പെട്ടു. കർത്താവിൻ്റെ വലിയ അത്ഭുതം കണ്ട് അവർ ഭയപ്പെട്ടു. ആ ഭയം അവരെ വിശ്വാസത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 43-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാവരിലും ഭീതി ഉണ്ടായി, ഭയമുണ്ടായി. എങ്ങനെ? പത്രോസിൻ്റെ പ്രസംഗം കേട്ട് അന്ന് തന്നെ 3000-ത്തോളം ആളുകൾ മാനസാന്തരപ്പെടുകയും അവർ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ഭീതി ഉണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ആ ഭയത്തിൻ്റെ മേഖല അവരെ കുറേയും കൂടെ ദൈവവിശ്വാസത്തിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ മുന്നോട്ട് നയിക്കുന്ന, നമ്മളെ പ്രചോദിപ്പിക്കുന്ന ആ അവസ്ഥയ്ക്കാണ് നമ്മൾ ദൈവഭയം എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും വസ്തുക്കളെയോ വ്യക്തികളെയോ മറ്റെന്തെങ്കിലും സാധനങ്ങളെയോ കണ്ട് സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭയത്തിൻ്റെ മേഖല അല്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനത്തിൽ 10-ാം അധ്യായത്തിലെ 34-ാമത്തെ തിരുവചനത്തിൽ വിശുദ്ധ പത്രോസ് പ്രസംഗം നടത്തിയാണ് കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ വെച്ച്. പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി, സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തികൾ, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് അവസ്ഥയിൽപ്പെട്ടവരാണെങ്കിലും അവർ ദൈവത്തിന് സ്വീകാര്യരാണ്. അപ്പോൾ ഒരു വ്യക്തി ദൈവത്തിന് സ്വീകാര്യനായി തീരണമെങ്കിൽ ആ വ്യക്തി ദൈവത്തിലേക്ക് വന്ന വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തിയായിരിക്കണം. അപ്പോൾ ദൈവഭയം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൽ വിശ്വസിക്കാനുള്ള ഒരു മനുഷ്യന് തോന്നുന്ന ഒരു വികാരം തന്നെയാണ്. അല്ലാത്ത ഭയമല്ല കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുകയും ചെയ്യാം. അപ്പം നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്ന പാതയിലെ ഒരു നാഴികക്കല്ലോ ഒരു ഇടത്താവളമാണ് ഭയം. ആ ഭയത്തിൻ്റെ മേഖലയാണ് ദൈവഭയം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ദൈവഭയം യഥാർത്ഥത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രശ്നം ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ദൈവത്തെ മാത്രം ഭയമില്ല, ബാക്കി എല്ലാത്തിനെയും ഭയമുണ്ട്. അപ്പം നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് കഴിയുവനെന്ന് ഈശോ പറഞ്ഞത് ഇങ്ങനെ പേടിച്ച് മിണ്ടാതിരിക്കുന്ന ഒന്നല്ല, മറിച്ച് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനും ദൈവത്തിൽ കൂടുതൽ അടുക്കുവാനും ഉള്ള ഒരു മനുഷ്യന് ഉള്ളിൽ തോന്നുന്ന ഒരു പ്രചോദനമാണ്. അങ്ങനെ ഒരു പ്രചോദനം തോന്നണമെങ്കിൽ അവൻ്റെ ജീവിതം കേവലമായ ശരീരബദ്ധം മാത്രമല്ല, അതിലുപരിയായിട്ട് ഒരാത്മാവിൻ്റെ നിക്ഷേപം അവൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ദൈവഭയത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈശോ തന്നെ പറഞ്ഞു, ഈ ലോകം മുഴുവൻ നേടിയിട്ടും നിൻ്റെ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്തു പ്രയോജനമാണുള്ളത്? ഇപ്പം നിത്യനാശത്തിൻ്റെ ഒരു ഭീകരത എത്ര ഭയാനകമാണ്, എത്ര ഭയങ്കരമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്. ലോകം മുഴുവൻ നേടിയാലും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല ലോകം മുഴുവൻ നേടുന്ന അവസ്ഥ. എന്നാലും അതിലും വിലയുള്ളതാണ് ആത്മാവെന്ന് ഈശോ നമ്മളെ ഇന്ന് പഠിപ്പിക്കുകയാണ്. ഒരു അഭിമുഖത്തിൽ പരിശുദ്ധ ബെനഡിക്റ്റ് മാർപ്പാപ്പ ഇങ്ങനെയാണ് സൂചിപ്പിച്ചത്, ഇന്ന് മനുഷ്യനെ സംബന്ധിച്ച് രക്ഷ അവൻ്റെ ആവശ്യമല്ല, ദൈവത്തിൻ്റെ അത്യാവശ്യമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ദൈവം എന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കൂ. അപ്പോൾ ഇന്ന് പലരുടെയും മനസ്സിലങ്ങനെയാണ്. ഈ രക്ഷാകരമായ സംഭവങ്ങളും ദൈവികമായ ഇടപെടലും എൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കണം, ദൈവത്തിന് മനുഷ്യ ജീവിതത്തിൽ ഇടപെടണം, ദൈവത്തിന് മനുഷ്യനെ വീണ്ടെടുക്കണം. ഇത് ദൈവത്തിൻ്റെ ആവശ്യമായി മാത്രം മാറി അവിടെ ദൈവം വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്തോട്ടെ, ഞാൻ എൻ്റെ രീതിയിൽ മാത്രമേ പോവുകയുള്ളൂ എന്ന് ധരിക്കുന്ന, ശഠിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. പ്രിയപ്പെട്ട ജീവൻ്റെ മേലെ ഇങ്ങനെ കൈവെക്കുന്ന ഒരുവനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആത്മാവിൻ്റെ മേലെ ആർക്കാണോ നിയന്ത്രണമുള്ളത് അവനെയാണ് പേടിക്കേണ്ടത്, അല്ലെങ്കിൽ ഭയപ്പെടേണ്ടത്. അത് കർത്താവായ ദൈവം മാത്രം തന്നെയാണ്. യഹൂദ ഗുരുവായിരുന്ന റബ്ബി ജൊഹാനാൻ രോഗബാധിതനായി കടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ കാണാൻ വന്നു. അപ്പം മരണാസന്നനായി കിടക്കുന്ന ഈ ഗുരു ഈ ശിഷ്യന്മാരെ കണ്ടപ്പോൾ കരയാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ അവരോട് ചോദിച്ചു, ഗുരുവിനോട് ചോദിച്ചു, ഇസ്രായേലിൻ്റെ വിളക്കായ അങ്ങ് ശക്തനായ തൂണായിരുന്നു, അതിശക്തമായ കൂടമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും പഠനങ്ങളും അത്ര ശക്തമായിരുന്നു. അങ്ങ് എന്തിനാണ് വിലപിക്കുന്നത്? അപ്പോൾ ഗുരു പറഞ്ഞ മറുപടി, ഞാനിപ്പോൾ ഒരു സാധാരണ രാജാവിൻ്റെ മുമ്പിലാണ് ഹാജരാക്കപ്പെടുന്നതെങ്കിൽ ഞാൻ ഭയപ്പെടില്ല, കാരണം ആ രാജാവ് നാളെ മരിക്കും. അവൻ്റെ വിധിയെ ഞാൻ ആകുലപ്പെടുന്നില്ല, കാരണം അവൻ്റെ വിധി നിത്യവിധി ആയിരിക്കില്ല. അവനെന്നെ മരിക്കുവാൻ, എന്നെ വധിക്കുവാൻ കൽപ്പിച്ചാലും ഞാൻ ആകുലപ്പെടില്ല, കാരണം
അവന് എന്നെ നിത്യനാശത്തിലേക്ക് നയിക്കാൻ പറ്റില്ല. പണം കൊടുത്തും കൈക്കൂലി കൊടുത്തും വേണമെങ്കിൽ എനിക്ക് അവനെ സ്വാധീനിക്കാം. എന്നാൽ ഞാൻ ഇപ്പോൾ ഹാജരാക്കപ്പെടുന്നത് രാജാക്കന്മാരുടെ രാജാവിൻ്റെ മുമ്പിലാണ്. അവനെ കൈക്കൂലി കൊണ്ടോ പണം കൊണ്ടോ എനിക്ക് സ്വാധീനിക്കാൻ പറ്റുകയില്ല. അവൻ്റെ വിധി നിത്യമാണ്, അവന് മാറ്റമില്ല. അവൻ എന്നെ നിത്യഭാഗ്യത്തിലേക്കാണോ നിത്യനാശത്തിലേക്കാണോ നയിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല. അതോർത്ത് ഞാൻ എങ്ങനെ വിലപിക്കാതിരിക്കും? അപ്പം മരണസമയത്ത് എൻ്റെ മേൽ വരുന്ന വിധി നിത്യഭാഗ്യമാണോ നിത്യനാശമാണോ? ഇതിനെക്കുറിച്ചുള്ള ആകുലതയാണ് ഈ റബ്ബിയെ ഇങ്ങനെ വിലപിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമെന്നുള്ള ബോധ്യമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഈ ഒരു ദർശനത്തോടെ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. തൻ്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളെക്കുറിച്ച് സങ്കടപ്പെട്ട അല്ലെങ്കിൽ അനുതപിച്ച അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് ജീവിതത്തിൻ്റെ ശിഷ്ടഭാഗം മുഴുവനും കരഞ്ഞാണ് തീർത്തത് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ പാപത്തെക്കുറിച്ച് കരഞ്ഞ് അനുതപിച്ച് ജീവിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം മരണസമയത്ത് സോദരി മരണമേ സ്വാഗതം എന്ന് പറഞ്ഞ് മരണത്തെ പുൽകിയത്. അപ്പോൾ ജീവിതത്തിൽ ദൈവത്തെ മുഖാഭിമുഖം കാണേണ്ടി വരും. ദൈവത്തിനു മുമ്പിൽ ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവം എൻ്റെ മേലെ തീരുമാനമെടുക്കും എന്ന് ബോധ്യമുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും അനുതാപത്തിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അത് മരണത്തിന് തൊട്ട് മുമ്പോ ധ്യാന സമയത്തോ കുമ്പസാര സമയത്തോ വരുത്തുന്ന ഒരു അനുഭവമല്ല. ജീവിതത്തിൽ ഓരോ നിമിഷവും ഇത് സംഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ജോബിൻ്റെ കഥനകഥയുടെ ആരംഭത്തിൽ 2-ാം അധ്യായത്തിൽ ദൈവം പിശാചിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കർത്തൃസന്നിധിയിൽ അവരെല്ലാം ഒന്നിച്ചു കൂടുന്നു. അപ്പോൾ പിശാച് ജോബിനെ പരീക്ഷിക്കുവാനുള്ള അനുവാദം ചോദിച്ചു വരികയാണ്. 2 പ്രാവശ്യം വരുന്നുണ്ട്. 2-ാം പ്രാവശ്യം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ദൈവപുത്രന്മാർ വീണ്ടും ഒരു ദിവസം കർത്തൃസന്നിധിയിൽ ചെന്നു. സാത്താനും അവരോടൊപ്പം എത്തി. കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ്. അവൻ പറഞ്ഞു. കർത്താവ് അവനോട് വീണ്ടും ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോൾ നിഷ്കളങ്കനും നീനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുവാനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ? അകാരണമായി അവനെ നശിപ്പിക്കുവാൻ നീ എന്നെ സമ്മതിപ്പിച്ചെങ്കിലും അവൻ്റെ വിശ്വസ്തത അചഞ്ചലമായി നിലനിൽക്കുന്നു. സാത്താൻ പറഞ്ഞു, ചർമ്മത്തിന് പകരം ചർമ്മം, ജീവന് വേണ്ടി തനിക്കുള്ളത് എന്തും മനുഷ്യൻ ഉപേക്ഷിക്കും. അങ്ങ് അവൻ്റെ അസ്ഥിയിലും മാംസത്തിലും കൈവെക്കുക, അപ്പോൾ അവൻ അങ്ങയെ ദുഷിക്കും. ഇതാ അവനെ നിനക്ക് വിട്ടുതരുന്നു, അവൻ്റെ ജീവനിൽ മാത്രം കൈവെക്കരുത്, കർത്താവ് സാത്താനോട് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് സാത്താന് കൊടുത്ത അനുവാദം അവൻ്റെ സമ്പത്തിന് തൊടുക. സമ്പത്ത് നശിപ്പിച്ചു കഴിയുമ്പോൾ ഏതൊരുവനും നിന്നെ വെല്ലുവിളിക്കുന്നതിനെ എതിർക്കും. ഇതായിരുന്നു സാത്താൻ പറഞ്ഞത്. ദൈവം സമ്പത്ത് തൊട്ടുകൊള്ളുക, ശരീരം തൊടാൻ പാടില്ല. 2-ാം വട്ടം പറയുകയാണ്, ആരും സ്വന്തം ശരീരത്തിന് മേലെ പിടി വീണാൽ നിന്നെ നിഷേധിക്കുക തന്നെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നീ എന്നെ അനുവദിക്കുക, അവൻ്റെ ശരീരത്തെ തൊടാൻ അനുവദിക്കുക, അപ്പോൾ അവൻ നിന്നെ തള്ളിപ്പറയും. കർത്താവ് പറഞ്ഞു, ശരി, ശരീരത്തെ ദുഷിപ്പിക്കാം, പക്ഷേ ആത്മാവിനെ തൊടരുത്, ആത്മാവിനെ തൊടരുത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവ് ദൈവം ഒരു മനുഷ്യൻ്റെയും ആത്മാവിനെ ആക്രമിക്കുവാൻ പിശാചിന് അനുവാദം കൊടുക്കുകയില്ല. എന്നാൽ ഓരോ വ്യക്തിക്കും പാപം ചെയ്യുന്ന വഴിയായിട്ട് തൻ്റെ ആത്മാവിനെ നശിപ്പിക്കുവാനും പിശാചിന് അടിമപ്പെടുത്തുവാനുമുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ദൈവമല്ല നമ്മുടെ ആത്മാവിനെ പാപത്തിൻ്റെ അടിമത്വത്തിലേക്കും പൈശാചിക ആക്രമണത്തിനും വിട്ടുകൊടുക്കുന്നത്, മറിച്ച് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ മേലെ എനിക്കെപ്പോഴും ജാഗ്രത ഉണ്ടായിരിക്കണം. എൻ്റെ ആത്മാവിൻ്റെ മേലെ എൻ്റെ ആത്മാവിൽ പാപത്തിൻ്റെ കറകൾ വീഴാതിരിക്കുവാൻ, അശുദ്ധിയുടെ കറകൾ പെടാതിരിക്കുവാൻ, തിന്മയുടെ സ്വഭാവത്തിലേക്ക് വരാതിരിക്കുവാൻ ഞാൻ ഉത്സാഹമുള്ള വ്യക്തിയായിരിക്കണം മറ്റെന്തിനേക്കാളും. കാരണം എൻ്റെ ആത്മാവ് എൻ്റെ ജീവനേക്കാളും സകലതിനേക്കാളും വിലയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയണം. അതുകൊണ്ട് എൻ്റെ ജീവൻ്റെ അർത്ഥവും എൻ്റെ ജീവൻ്റെ ആഴവും എൻ്റെ ജീവൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിൻ്റെ വിലയാണെങ്കിൽ ആ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് തിരിച്ച് വിലയം പ്രാപിക്കേണ്ട ഒന്നാണ്. അതിന് വിശുദ്ധിയിലും നന്മയിലും കാത്തു സൂക്ഷിക്കണം. ശരീരം തീർന്നാലും ആത്മാവ് നിലനിൽക്കുന്നു, അത് ദൈവദത്തമാണ് എന്നുള്ള ഒരു ഉൾഭയം എപ്പോഴും നമുക്കുണ്ടാകട്ടെ. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ മേലെ മാത്രമല്ല ആത്മാവിൻ്റെ മേലെയും ആധിപത്യവും അധികാരം ഉള്ളവനായതുകൊണ്ടാണ്. മറ്റാരെയും നമ്മൾ ഭയപ്പെടേണ്ട.
എൻ്റെ ശരീരത്തെ കൊല്ലുവാനും എന്നെ നശിപ്പിക്കുവാനും എന്നെ അപമാനിക്കുവാനും എന്നെ കഷ്ടപ്പെടുത്തുവാനും മനുഷ്യർക്ക് സാധിക്കുമെങ്കിലും അതിൻ്റെ മേലെയുള്ള വിജയം നേടിയ കർത്താവായ ദൈവത്തിന് എൻ്റെ ആത്മാവിൻ്റെ മേലുള്ള നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് ആത്മരക്ഷയെക്കുറിച്ച് എപ്പോഴും നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കാം. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ കാര്യങ്ങളിൽ കുറേയും കൂടെ ഉത്സാഹം കാണിക്കുവാൻ, ആത്മരക്ഷയെക്കുറിച്ച് എപ്പോഴും ഉത്സാഹമുള്ളവരായിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മളെപ്പോഴും നയിക്കുമാറാകട്ടെ. ആമേൻ.